കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കടലിന്റെ ലെവല് അല്ലെങ്കിൽ മീൻ സീ ലെവൽ എത്രയുണ്ടെന്ന് മെഷർ ചെയ്യുന്നത് ഭൂമിയിൽ നിന്ന് ഉള്ള ഒരു കമ്പാരിസണാണ്. അപ്പൊ ഇന്ത്യയിലുള്ള തൊട്ടടുത്തുള്ള രാജ്യങ്ങളിൽ ഉള്ള എല്ലാ കടലിന്റെയും ഒരു ലെവൽ എന്ന് പറയുന്നത് ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യണം. ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഒരു മൂവ്മെന്റ് ആണ്, ജിയോ ഫിസിക്കൽ മൂവ്മെന്റ് ആണ്. ഈ പ്ലേറ്റ് മൂവ്മെന്റ് ആണ്. ഓരോ പ്ലേറ്റുകളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ഈ പ്ലേറ്റ് തന്നെ ഒരു ഫ്ലോട്ടിംഗ് പ്ലേറ്റ് പോലെയാണ്. അപ്പൊ അറേബ്യൻ സീയുടെ ലെവലും ബേ ഓഫ് ബംഗാളിന്റെ ലെവലും നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ലെവൽ ഉയരുന്നു താഴ്ന്നു അല്ലെങ്കിൽ കൂടുന്നു എന്നൊക്കെ പറയുന്നത് തന്നെ ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. പക്ഷെ ഓവറോൾ നോക്കിയാൽ കുറച്ച് കൂടിയിട്ടുണ്ടെന്നത് ഉറപ്പാണ്. പക്ഷെ ആ സമയത്തും ഒരു ചോദ്യം എന്താ വെച്ചാൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ ചൂട് കൂടുക. ചൂട് കൂടുന്ന സമയത്ത് കടലിലെ വെള്ളം തണുക്കും, പിന്നെ ആവിയായിട്ട് പോകുന്നത് കൂടും. അപ്പൊ പിന്നെ ഈ ലെവലിലെ ഒരു മാറ്റം ഉണ്ടാവാൻ കഴിയുന്നതാണ്. അപ്പൊ ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. നേച്ചറിൽ ഒരു സ്ഥലത്ത് വെള്ളം കൂടുന്ന സമയത്ത് മറ്റൊരു സ്ഥലത്ത് ചൂട് കൂടുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് അടക്കം ഇപ്പൊ ഓഷനിൽ നിന്ന് പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ 60% കോൺട്രിബ്യൂഷൻ ഓഷൻ കാർബണാണ്. ഈ വെള്ളം ചൂടായിട്ട് പിന്നെ വേപ്പറായിട്ട് പോകുന്ന സമയത്ത് അതിന്റെ കൂടെ കാർബണും കൂടെ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും കുറച്ച് ഭാഗത്ത് തണുപ്പ് വരുമ്പോൾ ഈ കാർബണൊക്കെ തിരിച്ച് കടലിലേക്ക് ജോയിൻ ചെയ്യും. ഇപ്പൊ ലാവ ഉണ്ടാവും, അതുകൊണ്ട് ഉണ്ടാവുന്ന പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അതിന്റെ വേറൊരു ഭാഗം എന്താ വെച്ചാൽ ലാവയിൽ കുറെ പിന്നെ ലൈമുണ്ട്. ഈ ലൈമൊക്കെ വന്നിട്ട് കടലിൽ ജോയിൻ ചെയ്യും. അപ്പൊ കാർബൺ കുറയും. എന്നിട്ട് അതൊക്കെ കൂടി കടലിന്റെ താഴത്തേക്ക് പോയിട്ട് പിന്നെയും ഭൂമിയുടെ വേറെ ഏതെങ്കിലും ഭാഗത്ത് ജോയിൻ ചെയ്തിട്ട് പിന്നെയും ലാവയായിട്ട് തിരിച്ചു. ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി, ലൈവ് എർത്ത് എന്നാണ് പറയുന്നത്. അതൊരു ഡൈനാമിക്സ് ആണ്. ആ ഡൈനാമിക്സ് മാറി 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 പിന്നെ സംഭവങ്ങൾ ഉണ്ടാവും. അത് ചിലതൊക്കെ നമുക്ക് പ്രശ്നങ്ങളായിട്ട് തോന്നുക. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ തൊട്ടടുത്തുള്ള ഒരു ദ്വീപില് പിന്നെ സുനാമി ഉണ്ടാകുന്ന സമയത്ത് അതിന് 2-3 കഷ്ണങ്ങളാക്കി അവിടുത്തെ ബ്രിഡ്ജൊക്കെ പൊളിഞ്ഞു, കുറച്ച് ഭൂമി എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് നമ്മൾ വളരെ അലാമിംഗ് ആവും. അതേ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് എവിടെയെങ്കിലുമൊക്കെ ദൂരെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവർക്കൊരു 1 കിലോമീറ്ററോളം വിട്ട് കൂടുതൽ കിട്ടിയെന്നുള്ളതാണ്. അപ്പൊ ഒരു സ്ഥലത്ത് കുറച്ച് നഷ്ടപ്പെടുമ്പോൾ മറ്റൊരു സ്ഥലത്ത് കൂടുതൽ കിട്ടുമെന്നതാണ്. പക്ഷെ എന്താ സാധാരണ പറ്റുക വെച്ചാൽ ഈ കുറച്ച് എക്സ്ട്രാ ഭൂമി കിട്ടിക്കഴിഞ്ഞാൽ ഈ തീരപ്രദേശത്തുള്ള മനുഷ്യന്മാരൊക്കെ അവിടെ പോയിട്ട് താമസിക്കണം. അപ്പൊ എവിടെയൊക്കെ നമുക്ക് പിന്നെ സ്ഥലം കൂടുതൽ കിട്ടുന്നുണ്ടോ അവിടത്തേക്ക് ജനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നേച്ചറിന് കുറച്ച് കഴിയുന്ന സമയത്ത് തിരിച്ചൊരു കൊടുത്തിട്ടുള്ള സ്ഥലം തിരിച്ചെടുക്കണമെന്ന് നേച്ചറിന് കടലിന് തോന്നിയാൽ അന്ന് കുറെ നഷ്ടം തോന്നി സംഭവിക്കും. ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള ഹസാർത്താണ്. ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്നാമത് മനുഷ്യൻ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ട് പ്രത്യാഘാതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു കവിയും കൂടെ ആണല്ലോ, അങ്ങനെ ഒരു കവിതയിൽ തന്നെ അങ്ങനെ പറയുന്നുണ്ട്. ഈ മനുഷ്യരെല്ലാം പോയി കഴിഞ്ഞ ഒരവസ്ഥയിൽ ഭൂമി സുന്ദരമാവുന്ന അവസ്ഥയിലേക്ക് വീണ്ടും ജനിക്കുന്ന പറയുന്നത് കവിത. ഒരു ദിവസം എല്ലാ മനുഷ്യന്മാരും ഈ ലോകത്ത് നിന്ന് ഇല്ലാതായ മനുഷ്യന്മാർ മാത്രം, ബാക്കി എല്ലാ ജീവികളും അതുപോലെ. ഇപ്പൊ നമ്മളെ എന്റെ പട്ടി അടുത്ത പ്ലോട്ടിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ പട്ടിക്ക് സർവേ നമ്പർ നോക്കേണ്ട കാര്യമാണ്, മനുഷ്യന് മാത്രമേ ഉള്ളൂ നോക്കേണ്ട കാര്യം. അങ്ങനെ ഇല്ലാത്തൊരവസ്ഥ എല്ലാ മൃഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാലം ഈ ഭൂമി കുറെ വാലീസും റിവേഴ്സും മൗണ്ടൻസും മാത്രമായിട്ട് മാറും, കുറെ പക്ഷികളും മാത്രം ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് എനിക്കൊരു ജന്മം തരണേ, അതിൽ ബുദ്ധി കുറച്ചിട്ട് മനസ്സ് കൂട്ടിയിട്ടുണ്ട്. അതെ, അവിടെയാണ് എനിക്ക് സംശയം. ബുദ്ധി കുറച്ചിട്ട് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന പല നമ്മുടെ പുരോഗമന പ്രവർത്തനങ്ങളുടെയും പിന്നിൽ മനുഷ്യന്റെ ബുദ്ധി അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിയാണ് ഭൂമിയെ ഇന്നത്തെ ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഇന്ന് കാണുന്ന മറ്റൊരു രീതിയിൽപ്പെടുന്ന സുന്ദരമായ അവസ്ഥയിലേക്ക് മാറ്റിയതെന്ന് പറയുന്നു. അപ്പൊ അവിടെ മനുഷ്യന്റെ ബുദ്ധിയുടെ ഒരു തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. മനുഷ്യൻ ബുദ്ധി കൂടുന്നതിനനുസരിച്ചിട്ട് കുറച്ചും കൂടി സോഷ്യലൈസ്ഡും ഈഗോയിസ്റ്റിക്കും പോഷുള്ള ആളും ഒക്കെ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മനസ്സിന്റെ ഇപ്പൊ നെൽസൺ മണ്ടേല പറഞ്ഞിട്ടുണ്ട്, വെരി ഡിഫിക്കൽട്ട് ടു ഹാവ് ബോത്ത് ഹെഡ് ആൻഡ് ഹാർട്ട് ടുഗദർ. ഒന്നിക്കൽ നല്ല മനസ്സുണ്ടാവും, അല്ലെങ്കിൽ നല്ല ബുദ്ധി ഉണ്ടാവും. രണ്ടും കൂടെ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ബുദ്ധി കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളവരുടെ സന്തോഷങ്ങളിലേക്ക് കടന്നു ചവിട്ടി നമുക്ക് സന്തോഷം ഉണ്ടാക്കണം എന്നുള്ളത് തോന്നലുണ്ടാവും. സ്നേഹം കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്ന് തോന്നുന്നുണ്ടാവും. ഭാരതീയമായിട്ടുള്ള പൈതൃകം പറയുന്നത് എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണമെന്നാണ്. അമേരിക്കയുടെ ഫിലോസഫി എന്താ വെച്ചാൽ അമേരിക്കക്കാർ മാത്രം സന്തോഷമായിട്ട് ജീവിക്കണമെന്നാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും അമേരിക്ക പറയുന്നത് ആപ്തവാക്യമായിട്ട് നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ ലോകം ആപ്തവാക്യമായിട്ട് എടുക്കുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. അവിടെ തന്നെ നമുക്ക് ഇതിനെ പ്ലേസ് ചെയ്യാൻ തോന്നുന്നു. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഒരു വിഷയവും ആ ഒരു രീതിയിൽ നമുക്ക് കാണാമെന്ന് തോന്നുന്നു. വാസ്തവത്തിൽ അതിൻ്റെതായ പ്രത്യേകതകളോ അല്ലെങ്കിൽ ചെറിയ ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ
കാണുന്ന പോലെയുള്ള അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട പോലെയുള്ള അത്രയും ഭീതിജനകമായ ഒരു അവസ്ഥാവിശേഷമല്ല ഈ ആഗോളതാപനം എന്നാണ് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ പറയാമെന്ന് തോന്നുന്നു അല്ലെ? അത് ശരിയാണ്. കാരണം പല പ്രോബ്ലംസും പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗ്ലോറിഫിക്കേഷൻ, ആ ഗ്ലോറിഫിക്കേഷനാണ് ഈ ഒരു കാര്യത്തിലും ഉണ്ടായതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൽ ബാക്കി രാജ്യങ്ങളുടെ പങ്ക് എന്തുകൊണ്ട് ഇത്രയും ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് അമേരിക്ക പറയുന്നത് കൊണ്ട് ബാക്കിയുള്ളവർ ഏറ്റു പറയാനുള്ള ഒരു സാധാരണ സംഭവമാണ്. അതുകൊണ്ട് രാജാവ് ഉൾക്കാണ്ട് നടന്ന സമയത്ത് അത് ഓപ്പോസിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം. അപ്പൊ രാജാവാണ് പറയുന്നതെങ്കിൽ ബാക്കി എല്ലാവരും ശരിയാണ് പറയുന്നത്. ഇന്നത്തെ പവർ അവർ തന്നെയാണ്. അപ്പൊ അവർക്ക് ഭയം തോന്നി തുടങ്ങിയിട്ടുണ്ട് ചൈനയോ ഇന്ത്യയോ ഒക്കെ കുറച്ചുകൂടി പവർഫുൾ ആവുമോ. ഈ കറൻസിയുടെ മാറ്റം, ഈ പണ്ട് കാലത്ത് പൗണ്ടായിരുന്നു കൺവേർഷൻ റേറ്റിൽ പറയാറുണ്ടായിരുന്നു. അപ്പോൾ പൗണ്ടിൽ നിന്ന് നമ്മൾ ഡോളറിലേക്ക് എത്തും. ആ ഡോളറിൽ നിന്ന് വേറെ എന്തിലേക്കെങ്കിലും എത്തുമോ നമുക്കൊരു ഭയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം യൂറോ വന്ന സമയത്ത് കുറേ രാജ്യങ്ങൾ കൂടി യൂറോ തുടങ്ങി. അപ്പോൾ കുറേ റിസർച്ച് എക്കണോമിക്സിൽ നടക്കുന്നത് അടുത്ത 100 വർഷത്തിന് ശേഷം ഏത് കറൻസി ആവും പവർഫുൾ ആവുക. അറ്റ്ലീസ്റ്റ് ഇന്ത്യയുടെ കുപ്പി അതേപോലെ നിലനിൽക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണ്ടുപിടുത്തം. കാരണം നമ്മൾ അത്ര സറണ്ടർ ചെയ്യാൻ തയ്യാറായിട്ടില്ല. പക്ഷെ ചൈനയും അതേപോലെ പവർഫുൾ ആവും. അപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞാൽ പൗണ്ട്, ഡോളർ, യൂറോ, ഇന്ത്യൻ റുപ്പി, യാൻ അത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ധാരണ. യാൻ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിന്റെ കൂടെ നമ്മുടെ മനസ്സിലും കൂടി നമ്മൾ നോക്കിയിരിക്കുകയാണ്. മറ്റൊരു കാര്യം, ഭൂമി എന്ന് പറയുന്നത് ഒരു ജഡവസ്തുവല്ല. അതിന് അതിൻ്റെതായ ഒരു നിലയിൽ നിലനിർത്തുക എന്ന് പറയുന്ന ഒരു ചിന്ത, മനുഷ്യന്റെ ചിന്ത എന്ന് പറയുന്നതിന് അപ്പുറത്ത് അതിന് സ്വയം ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാവുക. ജീവനുള്ളവരോട് പെരുമാറുന്ന ഒരു രീതി നമ്മളും കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കുക, സംസ്കാരം നമ്മളും ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പ്രശ്നം ഒരു വലിയ പ്രശ്നമായിട്ട് മാറുമെന്ന് തോന്നുന്നു. അത് മാത്രമല്ല ഇതുപോലെയുള്ള ചില രാഷ്ട്രീയമായ ചില തന്ത്രങ്ങൾ ഇതിന്റെ പുറകെ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ കാര്യമായിട്ടുള്ള സുഹൃത്തുക്കളെ കൈകാര്യം ചെയ്തിരിക്കുന്നുവെന്ന് തോന്നുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ വ്യാപാരം വലിയൊരു വിഷയമായിട്ട് ഇതിന്റെ പുറകെ പ്രവർത്തിക്കുന്നുണ്ട്. സയൻസ് എന്ന് പറയുന്ന കണ്ടുപിടുത്തങ്ങൾ നേട്ടങ്ങളാവുന്നതിന്റെ കൂടെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ കാര്യത്തിന്റെ ഒരു മറുവശം ഒരുപക്ഷെ ഗ്ലോബൽ വാർമിംഗിന്റെ ഒരു മറുവശമായിരിക്കുമെന്ന് ഇവിടെ വന്ന് സംസാരിച്ചതെന്ന് തോന്നുന്നു. വളരെ നന്ദിയുണ്ട്. ഇത്രയും സമയം എനിക്ക് വേണ്ടി ചെലവഴിച്ചതിന് വളരെ നന്ദി. കാലാവസ്ഥയ്ക്ക് നമ്മുടെ കൾച്ചറിനുള്ള ബന്ധങ്ങൾ, അങ്ങനെ കുറേ തരത്തിലുള്ള കാര്യങ്ങൾ റിസർച്ച് നടത്താൻ ഇത്തരം ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഇത്തരം ഉള്ള ആക്ടിവിറ്റീസ് നടത്തുന്നവർക്ക് അതിനുള്ള തോന്നലുണ്ടാവട്ടെ, അല്ലെങ്കിൽ അതിനുള്ള പ്രചോദനമാവട്ടെ ഈ ഇന്റർവ്യൂ എന്ന് പ്രത്യേകിച്ചുണ്ട്. നന്ദി.